ഹായ് ഓൾ, വെൽക്കം ടു UGC അക്കാഡമി. അപ്പോൾ എൻ്റെ പേര് ഷബ്ന. ഞാൻ നിങ്ങൾക്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്റ്റ് ഫിസിക്സ് ആണ്. അപ്പോൾ നമ്മുടെ ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് നമ്മുടെ ജനറൽ സബ്ജക്റ്റിൽ നിങ്ങളുടെ ജനറൽ സയൻസിൻ്റെ അകത്ത് വരുന്ന ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, പിന്നെ സയൻസ് ഇൻ എവറിഡേ ലൈഫ്, അതിൻ്റെ അകത്ത് വരുന്ന ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് എന്താണ്, നമ്മുടെ 5 to 10 ക്ലാസ്സുകളിൽ നമ്മൾ വളരെ ബേസിക് ആയിട്ട് പഠിച്ച കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കാനായിട്ടുള്ളത്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് റിപ്പീറ്റഡ് ആയിട്ട് എക്സാമിന് ചോദിച്ചിട്ടുള്ള പോർഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിനകത്തുനിന്ന് 3 to 4 മാർക്സിന് എല്ലാ പ്രാവശ്യവും നമ്മൾ എക്സാമിന് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫഷണൽ സബ്ജക്റ്റുകൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ ഈ നോൺ പ്രൊഫഷണൽ സബ്ജക്റ്റും പഠിക്കുക. കാരണം നമുക്കറിയാം 30 മാർക്കിനേ ഉള്ളൂ എന്ന് കരുതി ആരും നിസ്സാരമായിട്ട് കാണണ്ട. 30 മാർക്കാണ് നമ്മുടെ റാങ്ക് മേക്കിംഗ് മാർക്കായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ഈക്വൽ ഇമ്പോർട്ടൻസ് തന്നെ കൊടുക്കുക. നമുക്കറിയാം RRB എന്ന് പറയുന്ന പോസ്റ്റ് വളരെയധികം അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആണ്. വളരെ നല്ല പേ സ്കെയിലും മറ്റ് ഇൻസെന്റീവ്സും ഒക്കെയുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് തന്നെയാണ്. അപ്പൊ ആരും കൂളായിട്ട് കാണാതെ സീരിയസ് ആയിട്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ പഠിച്ചു പോകാനായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ ഹാർഡായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക. നമ്മുടെ മാക്സിമം ഇൻപുട്ട് ഇതിൻ്റെ അകത്തോട്ട് കൊടുക്കുക. എങ്കിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഒരിക്കൽ കൂടി ഓർമ്മിക്കും, നമ്മുടെ നോൺ പ്രൊഫഷണൽ എബിലിറ്റിയോടൊപ്പം തന്നെ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് ആണ് പഠിക്കുന്നത്. അപ്പൊ ഈ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ ഫിസിക്സ് ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ടറി പോർഷൻ നമ്മൾ നോക്കുകയാണ്. അതായത് വാട്ട് ഈസ് ഫിസിക്സ്, എന്താണ് ഫിസിക്സ് അല്ലെങ്കിൽ ഭൗതിക ശാസ്ത്രം എന്ന് പറയുന്നത്. ഓക്കെ, ദ ബ്രാഞ്ച് ഓഫ് സയൻസ് കൺസേൺ വിത്ത് നാച്ചർ ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആൻഡ് എനർജി ഈസ് ഫിസിക്സ്. ഈ ഫിസിക്സ് എന്ന് പറയുന്നത് നമ്മുടെ മാറ്ററിന്റെയും എനർജിയുടെയും അതിന്റെ പ്രോപ്പർട്ടീസ്, അതിന്റെ പ്രത്യേകതകളും നേച്ചറിനെയും കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡീല് ചെയ്യുന്ന നമ്മുടെ ശാസ്ത്രത്തിന്റെ ഒരു ശാഖ അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് ആണ് ഫിസിക്സ് അല്ലെങ്കിൽ ഭൗതിക ശാസ്ത്രം എന്ന് പറയുന്നത്. ശ്രദ്ധിച്ച് വായിച്ചു നോക്കുക. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ബ്രാഞ്ചസ്. ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ടറി പാർട്ട് മാത്രമാണ്. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കുക. ബ്രാഞ്ചസ് ഓഫ് ഫിസിക്സ് ആണ്. ഈ ബ്രാഞ്ചസ് ഞാനിവിടെ പറയാനായിട്ട് കാരണം ഈ ബ്രാഞ്ചസിന്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ പല ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഡൈനാമിക്സ്, തെർമോഡൈനാമിക്സ്, ഒപ്റ്റിക്സ്, അക്വേസ്റ്റിക്സ്, ഇലക്ട്രോണിക്സ്, ആസ്ട്രോഫിസിക്സ്, ന്യൂക്ലിയർ ഫിസിക്സ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഫിസിക്സിന്റെ അല്ലെങ്കിൽ ഭൗതിക ശാസ്ത്രത്തിന്റെ മെയിൻ ആയിട്ടുള്ള ബ്രാഞ്ചസുകളാണ്. അപ്പൊ ഈ ഒരു ബ്രാഞ്ചസിന്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ മുന്നോട്ടുള്ള ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മുടെ ടോപ്പിക്കിലോട്ട് പോകാം. ടോപ്പിക്കിന്റെ പേര് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് ആണ്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് നമ്മൾ സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ച ടോപ്പിക്ക് തന്നെയാണ്. അതോടൊപ്പം നമ്മുടെ പ്ലസ് വൺ പ്ലസ് ടുവിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ +1 ഫിസിക്സിലെ ഫസ്റ്റ്, അതായത് NCERT ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് യൂണിറ്റ്സ് മെഷർമെന്റ് ആൻഡ് ഡയമെൻഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക്. അപ്പോൾ പുതിയതായിട്ട് നമ്മൾ ഒരു പോർഷൻസ് ഇതിനകത്തൊന്നും പഠിക്കുന്നില്ല. ഒരു റിവൈസ് മോഡ് തന്നെയായിരിക്കും നമ്മുടെ ക്ലാസ്. പക്ഷെ നിങ്ങൾ ആരും പേടിക്കണ്ട, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, റെഗുലർ ആയിട്ട് തന്നെ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക, ശ്രദ്ധിച്ചിരുന്ന് പഠിക്കാം. ഓക്കെ, നമ്മൾ നമ്മുടെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഞാനിവിടെ ഒരു ടേം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാണ്. ഫിസിക്കൽ ക്വാണ്ടിറ്റി. എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഒരു ഭൗതിക അളവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ ടേം ഞാൻ ഇവിടെ പറയാൻ കാരണം നമ്മൾ ഇനി അങ്ങോട്ടുള്ള എൻ്റയർ ടോപ്പിക്കിലും ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് റിപ്പീറ്റ് ചെയ്ത് എടുത്ത് പറയുന്നതായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇപ്പോഴേ ഇത് നോക്കി പോവാം. വാട്ട് ഈസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി? A physical quantity can be expressed as the combination of a numerical value and a unit. ഒരു ന്യൂമറിക്കൽ വാല്യൂവിന്റെയും ഒരു യൂണിറ്റിന്റെയും കോമ്പിനേഷൻ ആയിട്ടാണ് നമ്മുടെ ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഭൗതിക അളവിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. എന്താണ്? ഒരു ന്യൂമറിക്കൽ വാല്യൂയും ഒരു യൂണിറ്റിന്റെയും കോമ്പിനേഷൻ ആയിട്ടാണ് നമ്മുടെ ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഭൗതിക അളവിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ഈ ഡെഫിനേഷൻ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ വിട്ട് കളയുക. നമുക്ക് എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിവിടെ ഒരു എക്സാമ്പിൾ എഴുതിയിരിക്കുവാണ്. 10 മീറ്റർ. ഫസ്റ്റ് എക്സാമ്പിൾ നോക്കാം. 10 മീറ്റർ എന്ന് കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. ഒരു ലെങ്ത് അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ്, അതിനെയൊക്കെ ലെങ്ത് അല്ലെങ്കിൽ
ലെങ്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ഭൗതിക അളവിനെയാണ് ഈ 10 മീറ്ററിലൂടെ നമ്മൾ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അതായത് ഞാനിവിടെ എഴുതുകയാണ് ലെങ്ത്. അപ്പൊ ലെങ്ത് എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് നമുക്ക് എന്ത് വേണം? ഒരു ന്യൂമറിക്കൽ വാല്യൂ, അതായത് 10 എന്ന് പറയുന്ന ഒരു ന്യൂമറിക്കൽ വാല്യൂ ഉണ്ട്. അതോടൊപ്പം എന്താ? മീറ്റർ എന്ന് പറയുന്ന ഒരു യൂണിറ്റും ഉണ്ട്. അത് 10 മീറ്റർ ആവാം, 10 സെന്റിമീറ്റർ ആവാം, 10 കിലോമീറ്റർ ആവാം, വാട്ട് എവർ ഇറ്റ് സെൽഫ്. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി ലെങ്ത് എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി നമുക്ക് എക്സ്പ്രസ് ചെയ്യുന്നുവെങ്കിൽ നമുക്ക് ന്യൂമറിക്കൽ വാല്യൂ വേണം, ഒരു യൂണിറ്റും വേണം. നെക്സ്റ്റ് എക്സാമ്പിളിലോട്ട് പോകാം. 10 കിലോഗ്രാം. 10 കിലോഗ്രാം ഇറ്റ്സെൽഫ് നമുക്ക് മനസ്സിലായി എന്താണ്? അതൊരു വെയിറ്റ് അല്ലെങ്കിൽ ഒരു മാസ്, ഭാരത്തിന്റെ ഭാരം എന്ന് പറയുന്ന അല്ലെങ്കിൽ മാസ് എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് നമ്മൾ ഇതിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നത്. എന്താണ്? മാസ്. 10 kg. We have 10 as numerical value and kilogram as unit. 10 kilogram ആവാം, 10 gram ആവാം, 10 milligram ആവാം, എന്ത് വേണമെങ്കിലും ആവാം. അപ്പോ 10 കിലോഗ്രാമിലൂടെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് മാസ് എന്ന് പറയുന്ന ഒരു ബേസിക് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. ലാസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. 10 സെക്കൻഡ്. 10 സെക്കൻഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? നമ്മുടെ ടൈം എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് നമ്മൾ എന്താണ് 10 സെക്കൻഡിലൂടെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. 10 എന്ന് പറയുന്ന ഒരു ന്യൂമറിക്കൽ വാല്യൂ ഉണ്ട്, സെക്കൻഡ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഉണ്ട്. ദാറ്റ് ഇസ് 10 സെക്കൻഡ് ആവാം, 10 മിനിറ്റ് ആവാം, 10 അവർ ആവാം. ഓക്കെ, അപ്പൊ എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് വരുന്ന പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായി നമ്മുടെ ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ മെഷർ ചെയ്യാൻ നമുക്ക് യൂണിറ്റിന്റെ ആവശ്യമുണ്ടെന്ന് മനസ്സിലായി. അതായത് പണ്ട് കാലങ്ങളിൽ എന്താ പല രീതികളിലുമാണ് നമ്മുടെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, അതായത് ലെങ്ത്, മാസ്, ടൈം, ഡിസ്റ്റൻസ്, സ്പീഡ്, അങ്ങനത്തെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനൊക്കെ പല രീതികളിലാണ് ആൾക്കാർ മെഷർ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തിയപ്പോൾ നമ്മുടെ ലോർഡ് കെൽവിൻ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് പറഞ്ഞു മെഷർമെന്റ് ഓഫ്, അതായത് നമ്മുടെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ മെഷർമെന്റിന് എന്താവശ്യമാണ്? യൂണിറ്റ് ആവശ്യമുണ്ട്. നമ്മുടെ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ മെഷർമെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഭൗതിക അളവിനെ അളക്കുവാൻ യൂണിറ്റിന്റെ ആവശ്യമുണ്ട് എന്നൊരു ആശയം ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്ത സയന്റിസ്റ്റിന്റെ പേരാണ് ലോർഡ് കെൽവിൻ. മനസ്സിലായല്ലോ? ലോർഡ് കെൽവിൻ ആണ് എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? മെഷർമെന്റ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. അപ്പൊ ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടന്റ് ആണ്, പല പ്രാവശ്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് മാർക്ക് ചെയ്ത് വെച്ച് പഠിക്കുക. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഞാൻ മറ്റൊന്നും ഇവിടെ പറഞ്ഞില്ല. എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു, മറ്റൊരു കാര്യം പറഞ്ഞു, ദ മെഷർമെന്റ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ലോർഡ് കെൽവിൻ. കെൽവിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത അദ്ദേഹമാണ് ലോർഡ് കെൽവിൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ മുമ്പ് ചോദിച്ചിട്ടുണ്ട്, നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. അപ്പൊ നെക്സ്റ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ടോപ്പിക്കിലോട്ട് പോവുകയാണ്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് ആണ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് യൂണിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. ദ chosen സ്റ്റാൻഡേർഡ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് കോൾഡ് യൂണിറ്റ്. നമ്മുടെ ഭൗതിക അളവിന്റെ ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന chosen സ്റ്റാൻഡേർഡ്സിനെയാണ് യൂണിറ്റ്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, യൂണിറ്റ്സ് വരുമ്പോൾ നമുക്ക് 2 ടൈപ്പ് യൂണിറ്റ് ഉണ്ട്. വി ഹാവ് 2 ടൈപ്സ് ഓഫ് യൂണിറ്റ്. ദ ഫസ്റ്റ് വൺ ഈസ്, ഒന്നാമതായി ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഡിറൈവ്ഡ് യൂണിറ്റ്. 2 ടൈപ്പ് യൂണിറ്റ് ഉണ്ട്. ഒന്നാമതായി അത് ഫണ്ടമെന്റൽ യൂണിറ്റും സെക്കൻഡ് വൺ ഡിറൈവ്ഡ് യൂണിറ്റ്. നമ്മൾ ആദ്യം ഫണ്ടമെന്റൽ യൂണിറ്റ്സും അതിന്റെ കാര്യങ്ങളെയും കുറിച്ച് ഡിസ്കസ് ചെയ്തതിന് ശേഷം നമ്മുടെ ഡിറൈവ്ഡ് യൂണിറ്റ്സിലോട്ട് വരും. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ആണ്. അപ്പൊ എന്താണ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ്? Fundamental units are the units of fundamental quantities which can't be derived from any other quantities like length, mass, time. എന്താണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, fundamental units are the units of fundamental quantities which can't be derived from any other quantities like length, mass and time. അതായത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ്, അതായത് മീറ്റർ,
കിലോഗ്രാം, സെക്കൻഡ്, കെൽവിൻ എന്നൊക്കെ പറയുന്ന ഏറ്റവും വളരെ ബേസിക് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസിനെയാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഈ ക്വാണ്ടിറ്റീസ്, അതായത് ഈ യൂണിറ്റ്സ്, മീറ്റർ ലെങ്ത്, മാസ് എന്ന് പറയുന്ന മീറ്റർ ലെങ്ത്, സെക്കൻഡ് എന്നൊക്കെ പറയുന്ന ആ യൂണിറ്റ്സുകൾ മറ്റൊരു യൂണിറ്റിൽ നിന്നോ അല്ലെങ്കിൽ ക്വാണ്ടിറ്റീസിൽ നിന്നോ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ സാധ്യമല്ല. ഇപ്പൊ ലെങ്തിന്റെ യൂണിറ്റ് എന്താണ്? ലെങ്തിന്റെ യൂണിറ്റ് പറഞ്ഞ് മീറ്റർ, കിലോമീറ്റർ, മൈൽ, അങ്ങനത്തെ കുറച്ച് യൂണിറ്റ്സ് ഉണ്ട്. ഇതൊന്നും നമുക്ക് മറ്റു യൂണിറ്റ്സിൽ നിന്നോ അല്ലെങ്കിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൽ നിന്നോ ഡിറൈവ് ചെയ്തെടുക്കാൻ സാധിക്കുകയില്ല. അതുപോലെ മാസിന്റെ യൂണിറ്റുകൾ പറഞ്ഞ് കിലോഗ്രാം, ഗ്രാം, മില്ലിഗ്രാം, എക്സെട്ര എക്സെട്ര. ഓക്കെ, അതുപോലെ ടൈമിന്റെ യൂണിറ്റുകൾ പറഞ്ഞ് സെക്കൻഡ്, മിനിറ്റ്, അവർ. ഇതൊക്കെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റ്സ് അല്ലെങ്കിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞു കുറച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്, ലെങ്ത്, മാസ്, ടൈം, എക്സെട്ര എക്സെട്ര. അപ്പൊ ആ ബേസിക് ക്വാണ്ടിറ്റീസ് ബേസിക് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ യൂണിറ്റുകളാണ് എന്ത്? ഫണ്ടമെന്റൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പണ്ട് കാലങ്ങളിലൊക്കെ പല സ്ഥലങ്ങളിലും പല കാര്യങ്ങൾ മെഷർ ചെയ്യാൻ പല സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്സ് അല്ലെങ്കിൽ സിസ്റ്റംസ് ഓഫ് മെഷറിംഗ് സിസ്റ്റംസ് ആണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ഇന്ത്യയിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നതല്ല ഫ്രാൻസിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നതല്ല ബ്രിട്ടീഷുകാർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് മാസിന് ഗ്രാം എന്ന് പറയും, മറ്റൊരു സ്ഥലത്ത് കിലോഗ്രാം എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു സിസ്റ്റംസ് ഓഫ് മെഷർമെന്റ്സ് നിന്നത് കൊണ്ട് തന്നെ നമുക്ക് ശാസ്ത്രീയമായ കണ്ടെത്തലുകൾ, കോമൺ ആയിട്ടുള്ള കണ്ടെത്തലുകളൊക്കെ വരുമ്പോൾ എന്താണ് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വന്നു തുടങ്ങി. ഓക്കെ, അപ്പൊ അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് എല്ലാവർക്കും കോമൺ ആയിട്ട് യൂണിവേഴ്സലി അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് സിസ്റ്റം പിന്നീട് 1960-കളിലൊക്കെ കൊണ്ടുവന്നു. ഓക്കെ, അത് നമ്മൾ പിന്നീട് പഠിക്കും. അതിനു മുമ്പ് പണ്ട് കാലങ്ങളിൽ നിലനിന്നിരുന്ന, പണ്ട് കാലങ്ങളിൽ ഇപ്പോഴും അത് ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ ഇപ്പൊ നമുക്ക് കോമൺ ആയിട്ടുള്ള ഒരു സിസ്റ്റംസ് ഓഫ് മെഷർമെന്റ് ഉണ്ട്. ആദ്യകാലങ്ങളിൽ പല സ്ഥലങ്ങളിലും പല സിസ്റ്റംസ് ഓഫ് മെഷർമെന്റ് ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ആ സിസ്റ്റംസ് ഓഫ് മെഷർമെന്റ്, ഒരു 3 സിസ്റ്റംസ് ഓഫ് മെഷർമെന്റ് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം പിന്നീട് അതായത് യൂണിവേഴ്സലി അപ്രൂവ്ഡ് ആയിട്ടുള്ള പുതിയ സിസ്റ്റത്തിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. അപ്പൊ നമുക്ക് 3 സിസ്റ്റംസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഒന്നാമതായി CGS, നെക്സ്റ്റ് വൺ MKS ആൻഡ് തേർഡ് വൺ FPS. ഈ 3 മെഷറിംഗ് സിസ്റ്റംസ് ആണ് യൂണിറ്റ്സ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് മെഷർ ചെയ്യാൻ ഉപയോഗിച്ചിരുന്നത്. ഓരോ സിസ്റ്റംസിനും ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന് ഡിഫറെന്റ് യൂണിറ്റ് ആണ് പറഞ്ഞു വരുന്നത്. അപ്പൊ അതെന്താണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ഇവിടെ ഞാൻ പറഞ്ഞു 3 സിസ്റ്റംസ് ഓഫ് മെഷർമെന്റ് നിങ്ങളെ പരിചയപ്പെടുത്തി. ഫസ്റ്റ് വൺ ഈസ് CGS, MKS, സെക്കൻഡ് വൺ ഈസ് MKS ആൻഡ് തേർഡ് വൺ ഈസ് FPS. ഇവിടെ നമ്മൾ ബേസിക് ക്വാണ്ടിറ്റീസ് ഞാൻ കാണിച്ചിട്ടുണ്ട്. ലെങ്ത്, മാസ്, ടൈം, 3 കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് CGS സിസ്റ്റത്തിലോട്ട് പോവാം. ഓക്കെ, CGS സിസ്റ്റത്തില് ലെങ്തിന് നമ്മൾ സെന്റിമീറ്ററിലാണ് മെഷർ ചെയ്തുകൊണ്ടിരുന്നത്. CGS സിസ്റ്റത്തില് ലെങ്തിനെ സെന്റിമീറ്ററിലാണ് മെഷർ ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ മാസിനെ CGS സിസ്റ്റത്തിലെ ഗ്രാമിലാണ് മെഷർ ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ CGS സിസ്റ്റത്തില് ടൈമിനെ സെക്കൻഡിലാണ് മെഷർ ചെയ്തുകൊണ്ടിരുന്നത്. CGS സിസ്റ്റത്തില് C ഫോർ സെന്റിമീറ്റർ, G ഫോർ ഗ്രാം ആൻഡ് S ഫോർ സെക്കൻഡ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, കാണുമ്പോൾ തന്നെ മനസ്സിലാവാം. CGS സിസ്റ്റത്തിൽ ലെങ്തിന് സെന്റിമീറ്ററിലും, മാസിന് ഗ്രാമിലും, ടൈമിന് സെക്കൻഡിലും. അതായത് C ഫോർ സെന്റിമീറ്റർ, G ഫോർ ഗ്രാം ആൻഡ് S ഫോർ സെക്കൻഡ്. അത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് മൂവിങ് ടു MKS സിസ്റ്റം. MKS സിസ്റ്റത്തില് ലെങ്തിന് മീറ്റർ എന്നും, മാസിനെ കിലോഗ്രാം എന്നും, ടൈമിനെ സെക്കൻഡിലുമാണ് എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ഒന്നും കൂടെ പറയാം. M ഫോർ മീറ്റർ, K ഫോർ കിലോഗ്രാം ആൻഡ് S ഫോർ സെക്കൻഡ്. ഒന്നും കൂടെ പറയാം. MKS സിസ്റ്റത്തില് ലെങ്തിന് മീറ്റർ എന്നും, മാസിനെ കിലോഗ്രാമിലും, ടൈമിനെ സെക്കൻഡിലുമാണ് മെഷർ ചെയ്തുകൊണ്ടിരുന്നത്. നെക്സ്റ്റ് മൂവിങ് ടു FPS സിസ്റ്റം. FPS സിസ്റ്റം പറയുവാണെങ്കിൽ ലെങ്തിനെ ഫൂട്ടിലും, ഫൂട്ട് കേട്ടിട്ടുണ്ടോ? അടി കണക്ക് പറയുമല്ലോ, 5 അടി 6 അടി എന്നൊക്കെ പറയുമല്ലോ. ഓക്കെ, ലെങ്തിനെ ഫൂട്ടിലും, മാസിനെ പൗണ്ടിലും, ടൈമിനെ സെക്കൻഡിലുമാണ് മെഷർ ചെയ്തുകൊണ്ടിരുന്നത്. ഒന്നും കൂടെ പറയാം. F ഫോർ ഫൂട്ട് ആൻഡ് P ഫോർ പൗണ്ട്,
ആൻഡ് എസ് ഫോർ സെക്കൻഡ്. കാണുന്നുണ്ടോ? എഫ് ഫോർ ഫുട്ട്, പി ഫോർ പൗണ്ട് ആൻഡ് എസ് ഫോർ സെക്കൻഡ്. അപ്പൊ ഇതാണ് നമ്മുടെ 3 സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് CGS, MKS, FPS എന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ബാക്കി എല്ലാം ആ ലെറ്ററിൽ തന്നെയുണ്ട്. CGS സിസ്റ്റത്തിലാണെങ്കിൽ C സെന്റിമീറ്റർ, G ഗ്രാം ആൻഡ് S സെക്കൻഡ്. MKS സിസ്റ്റത്തിൽ വരുമ്പോൾ M ഫോർ മീറ്റർ, K കിലോഗ്രാം, S സെക്കൻഡ്. FPS സിസ്റ്റം വരുമ്പോൾ F ഫുട്ട്, P പൗണ്ട് ആൻഡ് ടൈം S സെക്കൻഡ്. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. ക്വസ്റ്റ്യൻസ് പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഇത് പ്രീവിയസ് ഇയർ പല രീതിയിൽ ഇതിന്റെ അകത്തുനിന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിക്കുക. ഇങ്ങനെ ചോദിക്കും, CGS സിസ്റ്റത്തിൽ വെയിറ്റിന് മാസിന് എന്ത് യൂണിറ്റ് ആണ് യൂസ് ചെയ്യുന്നത്, MKS സിസ്റ്റത്തിൽ എന്താ മീറ്റർ ലെങ്ത്തിന് എന്ത് ലെറ്റർ എന്താണ് യൂസ് ചെയ്യുന്നത്, ഏത് യൂണിറ്റ് ആണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ ശ്രദ്ധിച്ച് പഠിക്കാം. നെക്സ്റ്റ് ഇത് നമ്മൾ ആ ടേബിളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ FPS സിസ്റ്റം പഠിച്ചു. FPS സിസ്റ്റം FPS സിസ്റ്റത്തിന് നമ്മൾ മറ്റൊരു പേരും കൂടെ അറിയപ്പെടും, ബ്രിട്ടീഷ് സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം ഇത് ബ്രിട്ടീഷുകാരാണ് FPS സിസ്റ്റം യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഫുഡ് പൗണ്ട് സെക്കൻഡ് എന്ന് പറയുന്ന യൂണിറ്റ് ബ്രിട്ടീഷുകാരാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ CGS ഈസ് ഓൾസോ നോൺ ആസ് ഫ്രഞ്ച് സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്. ഫ്രഞ്ച് അല്ലെങ്കിൽ ഫ്രാൻസുകാരാണ് CGS സിസ്റ്റം യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് അറിയത്തില്ല, നമ്മുടെ എല്ലാ സിസ്റ്റംസ് ഓഫ് യൂണിറ്റിലും ടൈമിന്റെ യൂണിറ്റ് എന്തുമായിരുന്നു? എല്ലാ FPS, CGS, MKS, S ടൈമിന് സെക്കൻഡ് ആണ്. ടൈമിന് എല്ലാവരും കോമൺ ആയിട്ട് സെക്കൻഡ് തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ ലെങ്ത് മാസം മാത്രമാണ് എല്ലാ സിസ്റ്റംസ് ഓഫ് യൂണിറ്റിലും ഡിഫറെന്റ് ആയിട്ട് വന്നുകൊണ്ടിരുന്നത്. എല്ലാ സിസ്റ്റംസ് ഓഫ് യൂണിറ്റിലും ടൈമിന് the unit of time is same in all system. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ചിട്ടുണ്ട്. നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു പല സിസ്റ്റംസ് ഓഫ് മെഷർമെന്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് യൂണിവേഴ്സൽ അല്ലെങ്കിൽ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പല ആൾക്കാർക്കും അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ റെക്ടിഫൈ ചെയ്തുകൊണ്ടാണ് പിന്നീട് ഒരു സിസ്റ്റം വന്നത്. ആ സിസ്റ്റത്തിന്റെ പേരാണ് SI സിസ്റ്റം അഥവാ സിസ്റ്റം ഇന്റർനാഷണൽ. ഇതൊരു യൂണിവേഴ്സലി അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. നമ്മൾ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. അപ്പൊ ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ MKS സിസ്റ്റത്തിന്റെ മോഡിഫൈഡ് ഫോം ആണ്. ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ MKS സിസ്റ്റത്തിന്റെ മോഡിഫൈഡ് ഫോം ആണ്. അപ്പൊ MKSന്റെ യൂണിറ്റുകൾ എന്തൊക്കെയാണ്? മീറ്റർ. മീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ലെങ്തിനെയും, ഒന്നും കൂടെ എഴുതുവാണ്, K കിലോഗ്രാം. കിലോഗ്രാം നമ്മുടെ മാസും, S സെക്കൻഡ് നമ്മുടെ ടൈമിനെയും സൂചിപ്പിക്കുന്നു. അപ്പൊ ഇത്രയും യൂണിറ്റ്സ് ആണ് നമ്മൾ യൂണിവേഴ്സലി അപ്രൂവ്ഡ് ആയിട്ട് ഇന്നും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. SI സിസ്റ്റത്തിന്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഈ കാര്യങ്ങൾ മനസ്സിലാവും. നമ്മുടെ സിസ്റ്റംസ് ഓഫ് യൂണിറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പിന്നെയും പറയുന്നു, ഒത്തിരി പ്രീവിയസ് മുമ്പ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു പോർഷൻ ആണ്. അപ്പൊ അതെല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കുക. നമ്മൾ SI സിസ്റ്റം പറഞ്ഞു, നമ്മുടെ യൂണിവേഴ്സലി അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. MKS സിസ്റ്റത്തിന്റെ മോഡിഫൈഡ് ഫോമാണ് SI യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക് എന്ന് പറയുന്നത് 7 ബേസ് യൂണിറ്റ് ഇൻ SI സിസ്റ്റം. കുറച്ച് ബേസ് നമ്മുടെ SI സിസ്റ്റത്തിലെ ബേസ് യൂണിറ്റ് നമുക്ക് കുറച്ച് പഠിക്കാനുണ്ട്. ഒരു 7 എണ്ണം നമുക്ക് പഠിക്കാനുണ്ട്. ഇതിങ്ങനെ തന്നെ കാണാതെ പഠിച്ചു വെക്കുക, ബൈഹാർട്ട് ആക്കി വെക്കുക. പല പ്രാവശ്യമായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. SI യൂണിറ്റ്, ലെങ്തിന്റെ SI യൂണിറ്റ് എന്താണ്, മാസിന്റെ, അതൊക്കെ അറിയാം, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. എങ്കിലും പറയുവാണ്, നമ്മുടെ SI സിസ്റ്റംസ് ഓഫ് യൂണിറ്റിൽ, സിസ്റ്റംസ് ഓഫ് മെഷർമെന്റിൽ ഒരു 7 ബേസ് ആയിട്ടുള്ള യൂണിറ്റ്സും അതിന്റെ സിമ്പലും നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ശ്രദ്ധിച്ച് പഠിക്കാം എന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഫസ്റ്റ് നമുക്കറിയാം ലെങ്ത് ആണ് വരുന്നത്. ലെങ്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. യൂസ് ചെയ്യുന്ന സിമ്പല് സ്മോൾ ലെറ്റർ M ആണ്. അതുപോലെ മാസിന് കിലോഗ്രാം ആണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ സിമ്പല് kg ആണ്. നെക്സ്റ്റ് ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. അതിന്റെ സിമ്പല് S ആണ്. നെക്സ്റ്റ് ഇലക്ട്രിക് കറണ്ട്. ഈ ഇലക്ട്രിക് കറണ്ടിന്റെ യൂണിറ്റ് ആംപിയർ ആണ്. ക്യാപിറ്റൽ ലെറ്റർ A ആണ്.
ഇലക്ട്രിക് കറണ്ടിന്റെ യൂണിറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഇലക്ട്രിക് കറണ്ട് താഴോട്ട് വരുന്ന മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പൊ എന്താണ് നമ്മൾ പറയുന്നില്ല, ഇനിയുള്ള പോർഷൻസിലൊക്കെ ഇത് ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. ഇതിന്റെ യൂണിറ്റും എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് പോവാം. ഇപ്പൊ ജസ്റ്റ് ക്വാണ്ടിറ്റി എന്താണെന്ന് അറിയാം, യൂണിറ്റ് എന്താണെന്ന് അറിയാം, അതിന്റെ സിമ്പൽ എന്താണെന്ന് അറിയാം. അത്രയാ നിങ്ങൾക്ക് ഇപ്പൊ തൽക്കാലത്തേക്ക് ഈ ഒരു ചാപ്റ്ററിൽ ആവശ്യമുള്ളൂ. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ടെമ്പറേച്ചർ ആണ്. ടെമ്പറേച്ചർ അറിയാം, കെൽവിൻ ആണ്. ടെമ്പറേച്ചറിന്റെ മറ്റു യൂണിറ്റ് ഒക്കെ അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഡിഗ്രി സെൽഷ്യസ്, ഫാരൻഹീറ്റ്. ഓക്കെ, അപ്പൊ SI യൂണിറ്റിന്റെ അകത്ത് ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കെൽവിൻ ആണ്. ക്യാപിറ്റൽ ലെറ്റർ K ആണ് നമ്മൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. മില്ലി, മോൾ പെർ ലിറ്റർ, മൊളാരിറ്റി, അങ്ങനത്തെ കുറച്ച് യൂണിറ്റ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മോൾ ആണ്. അതിന്റെ സിമ്പൽ MOL, സ്മോൾ ലെറ്റർ MOL ആണ് യൂസ് ചെയ്ത് വരുന്നത്. അതുപോലെ ലൂമിനസ് ഇന്റൻസിറ്റി. ഈ ലൂമിനസ് ഇന്റൻസിറ്റി ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കാനുണ്ട്, വരുന്ന ടോപ്പിക്കുകളിൽ പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ലൂമിനസ് ഇന്റൻസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് കാൻഡേല ആണ്. അത് റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പൽ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ CD. അപ്പൊ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് വായിക്കുന്നു. ലെങ്ത് മീറ്റർ, മാസ് കിലോഗ്രാം, ടൈം സെക്കൻഡ്, ഇലക്ട്രിക് കറന്റ് ആംപിയർ, ടെമ്പറേച്ചർ കെൽവിൻ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ, ആൻഡ് ഫൈനലി ലൂമിനസ് ഇന്റൻസിറ്റി കാൻഡിൽ. അപ്പൊ ഈ 7 ബേസിക് യൂണിറ്റും വളരെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ് പോയിന്റുകളാണ്. അപ്പൊ ഓരോന്നും നിങ്ങൾ ബൈഹാർട്ട് ആക്കി വെക്കുക. ഓക്കെ, ബാക്കി ലെങ്ത്, മാസ്, ടൈം ഒക്കെ അറിയാമായിരിക്കും. കുറച്ചൊരു ഡിഫിക്കൽട്ടി ലെവൽ എന്ന് പറയാനില്ല, എന്നാൽ പോലും നിങ്ങൾ അധികം യൂസ് ചെയ്ത് കണ്ടിട്ടില്ല. അത് ഇലക്ട്രിക് കറന്റ്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ലൂമിനസ് ഇന്റൻസിറ്റി ഒക്കെയാണ്. അപ്പൊ ഇതിൽ നിന്ന് തന്നെയാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. ഈ ലൂമിനസ് ഇന്റൻസിറ്റി ഒക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ച് പഠിക്കുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഇതിലോട്ട് പോവാം. ഇനി കുറച്ച് ഗ്രേറ്റസ്റ്റ് യൂണിറ്റ്സ് ആണ്. നമ്മൾ ലെങ്ത്, മീറ്റർ, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു യൂണിറ്റ്സ് ആണ് ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഗ്രേറ്റസ്റ്റ് യൂണിറ്റ്സ്, അതായത് നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന യൂണിറ്റ്, അതായത് നമ്മുടെ സ്കൈ, ആകാശത്തുള്ള കാര്യങ്ങൾ, ഗാലക്സിയിലുള്ള കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന കുറച്ച് യൂണിറ്റ്സ് ആണ് നമ്മൾ പഠിക്കാനുള്ളത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലുള്ള കാര്യങ്ങൾ തന്നെയാണ്, ജസ്റ്റ് പോയിന്റ് ആയിട്ട് മാത്രം പഠിച്ചു വെച്ചിരുന്നാൽ മതിയാകും. ഫസ്റ്റ് വൺ, ലൈറ്റ് ഇയർ. ലൈറ്റ് ഇയർ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഫിസിക്സ് ഒക്കെ പഠിക്കുമ്പോൾ കേട്ടിട്ടുണ്ടല്ലോ. ലൈറ്റ് ഇയർ എന്താണ്? പ്രകാശ വർഷമാണ് അതിന്റെ മലയാളം വേർഡ് എന്ന് പറയുന്നത്. എന്താണ് ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ലൈറ്റ് ഇൻ 1 ഇയർ. ഓരോ വർഷത്തില് പ്രകാശം സഞ്ചരിക്കാൻ എടുക്കുന്ന ദൂരം, ഡിസ്റ്റൻസിനെയാണ് ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. ഒരു വർഷം പ്രകാശം സഞ്ചരിക്കാൻ എടുക്കുന്ന ദൂരത്തിനെയാണ് നമ്മൾ 1 ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി ഒരു 1 പാർസെക്, ഒരു പാർസെക് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഉണ്ട്. 1 പാർസെക് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഈസ് ഈക്വൽ ടു 3.26 ലൈറ്റ് ഇയർ. 3.26 പ്രകാശ വർഷങ്ങൾ ചേർന്നതാണ് എന്തെന്ന് പറയുന്നത്, ഒരു പാർസെക് എന്ന് പറയുന്നത് യൂണിറ്റ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ജസ്റ്റ് അതുപോലെ പഠിച്ചു വെക്കുക. ഒരു പാർസെക് ഈസ് ഈക്വൽ ടു 3.26 ലൈറ്റ് ഇയർ. 1 പാർസെക് ഈക്വൽ ടു വാട്ട് എന്നും ചോദിച്ചിട്ടുണ്ട്. 3.26 ലൈറ്റ് ഇയർ ഈസ് ഈക്വൽ ടു എത്ര പാർസെക് എന്നും ചോദിച്ചിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ റിലേറ്റ് ചെയ്ത് വെച്ച് പഠിക്കുക. ഓക്കെ, അപ്പൊ ഇത് ഈ പോയിന്റ് 3.26 ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ എന്താണ് കറക്റ്റ് ആ ന്യൂമറിക്കൽ വാല്യൂ തന്നെ സ്ട്രെസ് ചെയ്ത് പഠിക്കുക. നിങ്ങൾ തെറ്റിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചോദിക്കും, 2.36 അല്ലെങ്കിൽ 3.026 അങ്ങനെ ചോദിക്കും. ജസ്റ്റ് ഇതൊന്നും കണ്ടു വെച്ചിട്ട് പോയി അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അതാണോ ഇതാണെന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ് വരും. അപ്പൊ അത് വരാതിരിക്കാൻ ക്ലിയർ ആയിട്ട് തന്നെ കാര്യങ്ങൾ പഠിച്ചു പോവുക. ഓക്കെ, നെക്സ്റ്റ്, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സൺ ആൻഡ് എർത്ത് ഇസ് ജനറലി എക്സ്പ്രസ്ഡ് ഇൻ ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഓക്കെ, നമ്മൾ ഒരു കാര്യം കൂടെ പറയും. ലൈറ്റ് ഇയർ എന്നൊക്കെ ഉള്ളത് രണ്ട് സ്റ്റാർസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒക്കെ മെഷർ ചെയ്യാനൊക്കെയാണ് പൊതുവെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് സ്റ്റാർസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനാണ് ഇപ്പൊ ലൈറ്റ് ഇയർ യൂസ് ചെയ്യുന്നത്. അതുപോലെ തൊട്ടടുത്ത് പാർസെക് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ വലുത്, ഗാലക്സികൾ തമ്മിലുള്ള, താരാപഥങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനാണ് ഈ പാർസെക് എന്ന് പറയുന്ന യൂണിറ്റ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്, ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ പഠിക്കുക. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സൺ ആൻഡ് എർത്ത് ഇസ് ജനറലി എക്സ്പ്രസ്ഡ് ഇൻ ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. നമ്മുടെ സൂര്യനും ഭൂമിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. AU എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ക്യാപിറ്റൽ ലെറ്റർ A, സ്മോൾ ലെറ്റർ U എന്നാണ് ഇതിന്റെ
നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ സിമ്പൽ എന്ന് പറയുന്നത് നമ്മുടെ സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരം മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ്, അല്ലെങ്കിൽ ആസ്ട്രോണമിക്കൽ യൂണിറ്റിലാണ് ഈ ഒരു ദൂരം നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. സ്റ്റാർസ് തമ്മിലുള്ള ഈ ദൂരം നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ ലൈറ്റ് ഇയർ ഉപയോഗിക്കുന്നത് പോലെ സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരം എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് 1.10⁻11 മീറ്റർ 11 മീറ്റർ ആണ്. അതായത് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് 1.5 × 10⁻11 മീറ്റർ ആണ്. ശ്രദ്ധിച്ച് പഠിക്കുക, ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്. 1.5 × 10⁻11 മീറ്റർ അല്ലെങ്കിൽ കിലോമീറ്ററിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ 15 കോടി കിലോമീറ്റർ ആണ് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. എന്താണ്? 15 കോടി കിലോമീറ്റർ അല്ലെങ്കിൽ 15 കോർ കിലോമീറ്റർ. 1.5 × 10⁻11 മീറ്റർ അല്ലെങ്കിൽ 15 കോർ കിലോമീറ്റർ ആണ് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഒരു ക്വിന്റൽ എന്ന് പറയുന്നത് 10⁻² കിലോഗ്രാം അല്ല 10⁻² കിലോഗ്രാം, അതായത് നമ്മുടെ 100 കിലോഗ്രാം. 100 കിലോഗ്രാം ആണ് എന്ത് പറയുന്നത് ഒരു ക്വിന്റൽ എന്ന് പറയുന്നത്. കുറച്ച് വലിയ വലിയ യൂണിറ്റുകളാണ്, അത് അതുപോലെ തന്നെ ബൈഹാർട്ട് ആക്കി വെക്കുക, കൂടുതലൊന്നും ഇതിൻ്റെ അകത്ത് പഠിക്കാനില്ല. 1 ക്വിന്റൽ എന്ന് പറയുന്നത് 10⁻² കിലോഗ്രാം അല്ലെങ്കിൽ 100 കിലോഗ്രാം. അതുപോലെ 1 മെട്രിക് ടൺ എന്ന് പറയുന്നത് 10⁻³ കിലോഗ്രാം അല്ലെങ്കിൽ 1000. ഇതൊക്കെ അറിയാന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്, പക്ഷെ ഇതൊക്കെ എക്സാമിന് ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ സിമ്പിൾ ആണ്. 1 ക്വിന്റൽ എന്ന് പറയുന്നത് 10⁻² കിലോഗ്രാം. അതുപോലെ 1 മെട്രിക് ടൺ എന്ന് പറയുന്നത് 10⁻³ കിലോഗ്രാം. അപ്പൊ ഇതിന്റെ അകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ എന്താണ് ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞു. ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് ഒരു വർഷം പ്രകാശം സഞ്ചരിക്കാൻ എടുക്കുന്ന ദൂരത്തിനെയാണ് ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. ഒരു പാർസെക് എന്ന് പറയുന്നത് 3.26 ലൈറ്റ് ഇയർ ആണ്. അതുപോലെ സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരത്തിന് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്, ആസ്ട്രോണമിക്കൽ യൂണിറ്റിലൂടെയാണ്. അതുപോലെ 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് 1.5 × 10⁻11 മീറ്റർ അല്ലെങ്കിൽ 150 കോർ കിലോമീറ്റർ. അതുപോലെ ഒരു ക്വിന്റൽ എന്ന് പറയുന്നത് 100 കിലോഗ്രാം. 1 മെട്രിക് ടൺ എന്ന് പറയുന്നത് 1000 കിലോഗ്രാം. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്, അപ്പൊ ശ്രദ്ധിച്ച് തന്നെ പഠിക്കുക. ഓക്കെ, ഇനി നമ്മൾ പഠിച്ചു ഫണ്ടമെന്റൽ യൂണിറ്റ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കുറച്ച് ഡിറൈവ്ഡ് യൂണിറ്റ്സ് ആണ്. എന്താണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ്? ഫണ്ടമെന്റൽ യൂണിറ്റിനകത്ത് നമ്മൾ എന്താണ് പറയുന്നത്? നമ്മുടെ ബേസിക് ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റൊരു യൂണിറ്റിൽ നിന്നോ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ സാധിക്കാത്ത യൂണിറ്റുകളെയാണ് നമ്മൾ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഡിറൈവ്ഡ് യൂണിറ്റ്സ് അപ്പൊ എന്തായിരിക്കും? ഡിറൈവ്ഡ് യൂണിറ്റ്സ് ആർ ദ യൂണിറ്റ്സ് വിച്ച് ആർ ഡിറൈവ്ഡ് ഫ്രം ദ ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. ഫണ്ടമെന്റൽ യൂണിറ്റിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്ന യൂണിറ്റുകളെയാണ് എന്ത് നമ്മൾ വിളിക്കുന്നത്? ഡിറൈവ്ഡ് യൂണിറ്റ് എന്ന് പറയുന്നത്. എന്താണ് നമ്മുടെ ഫണ്ടമെന്റൽ യൂണിറ്റ്സ്? കുറച്ച് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് പറഞ്ഞു. അതായത് ലെങ്ത്, മാസ്, ടൈം. ഈ 3 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്, 3 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് വേറെയും ഉണ്ട്. ഈ ഫണ്ടമെന്റൽ കുറച്ച് ബേസിക് എക്സാമ്പിൾ കാണിച്ചതേ ഉള്ളൂ. ഈ 3 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിൽ നിന്നും മൂന്നൊന്ന് പിന്നെയും പറഞ്ഞുപോയി. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്ന യൂണിറ്റ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം. സ്പീഡ്, ഏരിയ, ആക്സിലറേഷൻ. ഈ സ്പീഡ്, ഏരിയ, ആക്സിലറേഷൻ എന്നൊക്കെ പറയുന്നത് നമുക്ക് ഡിറൈവ്ഡ് യൂണിറ്റ്സ് ആയിട്ട് വരുന്നതാണ്. കാരണം ഈ ഇതുപോലത്തെ ഈ ഡിറൈവ്ഡ് യൂണിറ്റ്സ് ഒക്കെ നമ്മുടെ ബേസിക് ഫണ്ടമെന്റൽ യൂണിറ്റ്സിൽ നിന്ന് ഡിറൈവ്ഡ് ചെയ്തെടുത്തത് കൊണ്ടാണ് ഇതിനെയൊക്കെ ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഓരോ എക്സാമ്പിൾ ആയിട്ട് നോക്കാം. കുറച്ച് ക്വാണ്ടിറ്റീസും കുറച്ച് യൂണിറ്റ്സ് ഞാൻ കാണിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഡിറൈവ് ചെയ്തെടുത്തതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. നിങ്ങൾ ജസ്റ്റ് യൂണിറ്റും പേരും യൂണിറ്റും മാത്രം നോക്കി വെച്ചിരുന്നാൽ മതി. കാരണം ഇത് എങ്ങനെയാണ് ഡിറൈവ്ഡ് ചെയ്തെടുത്തതെന്ന് കാണിക്കുന്നതേ ഉള്ളൂ. ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതിന്റെ യൂണിറ്റ്സ് വന്നതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ, ശ്രദ്ധിച്ചിരിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ സ്പീഡിലോട്ട് പോവാണ്. സ്പീഡിന്റെ ഫോർമുല അറിയാവോ? സ്പീഡിന്റെ ഫോർമുല വരുന്നത് സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് സ്പീഡിന്റെ ഫോർമുല എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസിന് ഞാൻ നമ്മുടെ SI യൂണിറ്റ് തന്നെ കൊടുക്കുവാണ്.
ഡിസ്റ്റൻസിനെ ഞാൻ മീറ്റർ എന്ന് കൊടുത്തു, ടൈമിന് സെക്കൻഡ് എന്ന് കൊടുത്തു. അപ്പൊ മീറ്റർ പെർ സെക്കൻഡ് ആയില്ലേ? ഇങ്ങനെയാണ് ഈ യൂണിറ്റ് ഡിറൈവ് ചെയ്തെടുത്തത്. നമ്മുടെ മീറ്റർ എന്ന് പറയുന്ന ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഉണ്ട്, സെക്കൻഡ് എന്ന് പറയുന്ന ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ഉണ്ട്. ഈ രണ്ട് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിൽ നിന്ന് ഒരു യൂണിറ്റിനെ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെയാണ് ഈ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ഉണ്ടായത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഏരിയ വരുന്നു. ഏരിയ നമുക്ക് ഇപ്പൊ ഏത് ഏരിയ എടുക്കാം? സ്ക്വയർ ഉണ്ട്, റെക്ടാംഗുലർ ഉണ്ട്, സർക്കിൾ ഉണ്ട്, എല്ലാം ഉണ്ട്. ജസ്റ്റ് ഞാനിവിടെ സ്ക്വയർ കാണിക്കുവാണ്. റെക്ടാംഗിളിന്റെ യൂണിറ്റ്, റെക്ടാംഗിളിന്റെ ഏരിയ നമുക്ക് എടുക്കാം. റെക്ടാംഗിളിന്റെ ഏരിയ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഏരിയക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ജസ്റ്റ് ഞാനൊരു ട്രയാങ്കിൾ വരച്ച് ജസ്റ്റ് പെട്ടെന്നൊന്ന് കാണിക്കുവാണ്. ഇതൊരു റെക്ടാംഗിൾ ആണെന്ന് വിചാരിക്കുക. ഇതാണ് നമ്മുടെ ലെങ്ത് എങ്കിൽ ഇതാണ് നമ്മുടെ ബ്രെഡ്ത്ത്. അപ്പൊ നമ്മുടെ ഏരിയ അറിയണമെങ്കിൽ, ഈ റെക്ടാംഗിളിന്റെ ഏരിയ അറിയണമെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഓക്കെ, ഈ ലെങ്ത് എന്ന് പറയുന്നതും നമ്മുടെ മീറ്റർ ആണ്, ബ്രെഡ്ത്ത് എന്ന് പറയുന്നതും മീറ്റർ ആണ്. സോ വി ഗോട്ട് മീറ്റർ ഇൻറ്റു മീറ്റർ, ദാറ്റ് ഈസ് മീറ്റർ സ്ക്വയർ. അപ്പൊ രണ്ട് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിൽ നിന്ന്, അതായത് ലെങ്ത് രണ്ടല്ല ഒന്ന് തന്നെയാണ്, ലെങ്ത് എന്ന് പറയുന്ന ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിൽ നിന്ന് നമ്മൾ ഏരിയ എന്ന് പറയുന്ന ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയുടെ യൂണിറ്റിനെ ഡിറൈവ്ഡ് ചെയ്തെടുത്തു. ദാറ്റ് ഈസ് മീറ്റർ സ്ക്വയർ. മനസ്സിലായല്ലോ? ഇനി നെക്സ്റ്റ് ഡെൻസിറ്റി. ഡെൻസിറ്റി സാന്ദ്രത. സാന്ദ്രതയുടെ ഫോമുല എന്താണ്? ഈ ഫോമുല അറിയില്ല എന്ന് പറഞ്ഞാൽ ആരും വിഷമിക്കണ്ട. ജസ്റ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീടുള്ള ചാപ്റ്ററിൽ ഓരോന്നായിട്ട് നോക്കും, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഫോമുല ഒന്നും ആരും ചോദിക്കത്തില്ല. എന്താണ് ജസ്റ്റ് യൂണിറ്റുകൾ എന്നൊക്കെ ചോദിക്കത്തുള്ളൂ. ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കാം, മനസ്സിലാക്കാൻ വേണ്ടി. എങ്ങനെയാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിൽ നിന്ന് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് വന്നതെന്ന് ഞാൻ കാണിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ഡെൻസിറ്റിയുടെ ഫോമുല എന്ന് പറയുന്നത് നമുക്കറിയാം, മാസ് ബൈ വോളിയം. മാസ് ബൈ വോളിയം ആണ് നമ്മുടെ ഡെൻസിറ്റിയുടെ എന്താണ് ഫോമുല എന്ന് പറയുന്നത്. നമുക്കറിയാം മാസിന്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം. ഓക്കെ, മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം. വോളിയത്തിന്റെ യൂണിറ്റ് എന്താണ്? വോളിയം ഇപ്പൊ ഈ ഒരു ഒരു റെക്ടാംഗുലർ ബ്ലോക്ക് കണ്ടുപിടിക്കും. ബ്ലോക്ക് അല്ലെങ്കിൽ റെക്ടാംഗുലർ ബോക്സ് നിങ്ങൾ എടുക്കുക. ആ ഒരു ബോക്സിന്റെ അകത്ത് എന്തുമാത്രം വോളിയം ഉണ്ട് നമുക്കറിയാം. നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഞാനിത് ജസ്റ്റ് വരയ്ക്കുവാണ്. ഒരു ബ്ലോക്ക് ഞാനിവിടെ വരയ്ക്കാം, അല്ലെങ്കിൽ ഒരു ക്യൂബ് കൺസിഡർ ചെയ്താലും മതി. അപ്പൊ ഈ ഒരു റെക്ടാംഗുലർ ബ്ലോക്ക് നമ്മുടെ കയ്യിലിരിക്കുകയാണ്. ഈ ഒരു ബ്ലോക്കിന്റെ വോളിയമാണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. ഇത് ഇതിന്റെ ലെങ്ത് ആയിട്ട് കൺസിഡർ ചെയ്യുക, ഇത് ഇതിന്റെ ബ്രെഡ്ത്ത് ആയിട്ട് കൺസിഡർ ചെയ്യുക, ഇത് ഇതിന്റെ ഹൈറ്റ് ആയിട്ടും കൺസിഡർ ചെയ്യുക. അപ്പൊ വോളിയം നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കാറ്? സാധാരണ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഇതാണ് നമ്മുടെ വോളിയം എന്ന് പറയുന്നത്. അതായത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. വോളിയത്തിന്റെ ഫോമുല മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് മാസ് ഉണ്ട്, മാസ് കിലോഗ്രാം. ഇത് മൂന്ന് ലെങ്ത് തന്നെയാണ്. ലെങ്തിന്റെ യൂണിറ്റ് ആയാലും മീറ്റർ തന്നെയാണ്, ബ്രെഡ്ത്തിന്റെ യൂണിറ്റ് ആയാലും മീറ്റർ തന്നെയാണ്, ഹൈറ്റിന്റെ യൂണിറ്റ് ആണെങ്കിലും മീറ്റർ തന്നെയാണ്. സോ വി ഹാവ് മീറ്റർ ഇൻറ്റു മീറ്റർ, ദാറ്റ് ഈസ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായല്ലോ? ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം ആണ്. നമുക്ക് മാസ് കിലോഗ്രാം എന്ന് പറയുന്ന ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ്, അതുപോലെ ഫണ്ടമെന്റൽ യൂണിറ്റ് ആണ്. അതുപോലെ ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, അതിൽ മൂന്നും ലെങ്ത് തന്നെയാണ്. ലെങ്ത് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ യൂണിറ്റ് ആണ്. നെക്സ്റ്റ്, അതുകൊണ്ട് തന്നെ നമ്മൾ ലെങ്തിന് പകരം മീറ്റർ ഇൻറ്റു മീറ്റർ എന്ന് എഴുതി, അതായത് മീറ്റർ ക്യൂബ്. അപ്പൊ മാസും മീറ്റർ ക്യൂബും കൂടെ ചേർന്നത്, കിലോഗ്രാമും മീറ്റർ ക്യൂബും കൂടെ ചേർന്ന് ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്തായി? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബായി. നെക്സ്റ്റ് കാണിച്ചിരിക്കുന്നത് മൊമെന്റം ആണ്. മൊമെന്റം എന്താണെന്നൊക്കെ ഉള്ളത് നമ്മൾ പിന്നീട് പഠിക്കും. നമ്മുടെ യൂണിറ്റ് മോഷൻസ് ആ യൂണിറ്റ് വരുമ്പോൾ നമ്മൾ പഠിക്കും. ഇപ്പൊ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. മൊമെന്റം എന്ന് പറയുന്നതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് ഇവിടെ എഴുതുവാണ്. മൊമെന്റത്തിന്റെ യൂണിറ്റ് വരുന്നത് മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്.
ഓക്കെ, മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. നമുക്ക് വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണ്. പക്ഷെ നമുക്ക് ഇവിടെ മാസ് ഉണ്ട്. മാസിന് ഞാൻ എന്ത് കൊടുക്കുവാണ്? കിലോഗ്രാം. ഇൻറ്റു വെലോസിറ്റിയുടെ യൂണിറ്റ് നമുക്കുണ്ട്, എന്ത് കൊടുത്തു? മീറ്റർ പെർ സെക്കൻഡ്. അതാണ് നമ്മുടെ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് വന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് ബേസിക് ക്വാണ്ടിറ്റീസ് ഉണ്ട് നമ്മുടെ കയ്യില്. ബേസിക് ക്വാണ്ടിറ്റീസ് യൂസ് ചെയ്ത് നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തതാണ് ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. കാണുമ്പോൾ മനസ്സിലാവും. മീറ്റർ ഉണ്ട്, സെക്കൻഡ് ഉണ്ട്, മീറ്റർ സ്ക്വയർ ഉണ്ട്, ഡെൻസിറ്റി ആണെങ്കിൽ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്, ഇവിടെ മൊമെന്റത്തിനാണെങ്കിൽ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. എങ്ങനെയാണ് വന്നതെന്ന് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിൽ നിന്ന് എങ്ങനെയാണ് നമ്മുടെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിനെ ഡിറൈവ് ചെയ്തെടുക്കുന്നത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോവാം. ഇനി നമുക്ക് കുറച്ച് യൂണിറ്റ്സും കുറച്ച് ക്വാണ്ടിറ്റികളും അതിന്റെ യൂണിറ്റ്സുകളും പഠിക്കാം. ഇതും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ തന്നെയാണ്. കാരണം ഇതിൽ കുറച്ച് യൂണിറ്റ്സുകൾ തന്നിട്ട്, യൂണിറ്റ്സിന്റെ പേരുകൾ തന്നിട്ട് എന്താണ് അതിന്റെ യൂണിറ്റ്, അല്ലെങ്കിൽ യൂണിറ്റ് തന്നിട്ട് ഏത് ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് ആണെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ച് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളിത് കുറച്ച് ബോറിംഗ് ആണെങ്കിൽ പോലും ഇമ്പോർട്ടന്റ് ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പഠിച്ച് തന്നെ മുന്നോട്ട് പോവുക. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വരുന്നത് പ്ലെയിൻ ആംഗിൾ. പ്ലെയിൻ ആംഗിളിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് റേഡിയൻ ആണ്. അപ്പൊ എന്താണ് നിങ്ങൾക്ക് പ്ലെയിൻ ആംഗിൾ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും. അപ്പൊ ഞാനത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. പ്ലെയിൻ ആംഗിൾ എന്ന് പറയുന്നത് നമ്മുടെ രണ്ട് ലൈൻസ് തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആംഗിളിനെയാണ് പ്ലെയിൻ ആംഗിൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് പ്ലെയിൻ ആംഗിളിന്റെ യൂണിറ്റ് എന്താണ്? റേഡിയൻ. പ്ലെയിൻ ആംഗിളിന്റെ യൂണിറ്റ് റേഡിയൻ ആണ്. രണ്ട് ആംഗിൾ തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന യൂണിറ്റിനെയാണ് പ്ലെയിൻ ആംഗിൾ എന്ന് പറയുന്നത്. അതിന്റെ യൂണിറ്റ് വരുന്നത് റേഡിയൻ ആണ്. അതുപോലെ സോളിഡ് ആംഗിളിന്റെ യൂണിറ്റ് വരുന്നത് സ്റ്റെറേഡിയൻ ആണ്. സോളിഡ് ആംഗിളും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഒരു കോൺ കൺസിഡർ ചെയ്യുക. അതിന്റെ അപ്പെക്സിൽ വരുന്ന ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോളിഡ് ആംഗിൾ എന്ന് പറയുന്നത്. പ്ലെയിൻ ആംഗിളും സോളിഡ് ആംഗിളും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കുക. സോളിഡ് ആംഗിൾ എന്ന് പറയുന്നത് രണ്ട് ലൈൻസ് അതായത് 2D രണ്ട് ലൈൻസ് തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആംഗിളിന്റെ പ്ലെയിൻ ആംഗിളും, കോണിന്റെ അകത്ത് നമ്മൾ കോണിന്റെ അപ്പെക്സിലൊക്കെ വരുന്ന ആംഗിളിന്റെ എന്ത് പറയുന്നു? സോളിഡ് ആംഗിൾ എന്നും പറയുന്നു. പ്ലെയിൻ ആംഗിൾ ഈസ് റേഡിയൻ ആൻഡ് സോളിഡ് ആംഗിൾ ഈസ് സ്റ്റെറേഡിയൻ. നെക്സ്റ്റ് വരുന്നത് നമുക്കറിയാം ടെമ്പറേച്ചർ ആണ്. ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് എന്താണ് വരുന്നത്? കെൽവിൻ ആണ്. കുറച്ച് മറ്റ് യൂണിറ്റ്സും കൊണ്ട് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് നമ്മളിപ്പോൾ SI യൂണിറ്റ് ആണ് പഠിക്കുന്നത്. ഡിറൈവ്ഡ് SI യൂണിറ്റ് ആണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് കെൽവിൻ ആണ്. നെക്സ്റ്റ് വരുന്നത് എനർജി, വർക്ക്, ഹീറ്റ്. മൂന്നിന്റെയും യൂണിറ്റ് ജൂൾ ആണ്. എനർജിയുടെ ആവട്ടെ, വർക്കിന്റെ ആവട്ടെ, ഹീറ്റിന്റെ ആവട്ടെ, മൂന്നിന്റെയും യൂണിറ്റ് ജൂൾ ആണ്. അപ്പൊ ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. കാരണം ഏത് രീതിയിൽ വേണമെങ്കിലും ചോദിക്കാം. എനർജിയുടെ യൂണിറ്റ് എന്താണെന്ന് ചോദിക്കാം. ഓക്കെ, അപ്പൊ ജൂള് തന്നിട്ട് ചോദിക്കാം. ഇതില് ജൂൾ യൂണിറ്റ് അല്ലാതെ വരുന്ന ക്വാണ്ടിറ്റി ഏതാണ് എന്നും ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് മൂന്നും പഠിച്ചു വെക്കുക. എനർജി, വർക്ക്, ഹീറ്റ് അതിന്റെ യൂണിറ്റ് ജൂൾ ആണ്. നെക്സ്റ്റ് നമ്മുടെ ഫോഴ്സ് ആണ്. ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടണും ഉണ്ട്, അതുപോലെ ഡൈനും ഉണ്ട്. ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടണും ഉണ്ട്, ഡൈനും ഉണ്ട്. നെക്സ്റ്റ് വരുന്നത് പവർ, റേഡിയൻ ഫ്ലക്സ്. ഈ രണ്ട് യൂണിറ്റിനും കോമൺ ആയിട്ട് വരുന്ന യൂണിറ്റ് ആണ് വാട്ട് എന്ന് പറയുന്നത്. പവറിനാകട്ടെ റേഡിയൻ ഫ്ലക്സ് ആകട്ടെ, റേഡിയൻ ഫ്ലക്സ് ഒക്കെ എന്താണെന്നുള്ളത് പിന്നീട് പറയും. ജസ്റ്റ് ഇപ്പൊ ടേം മാത്രം പഠിക്കുക, ബൈഹേർട്ട് ആക്കി വെക്കുക. പവർ ആയാലും റേഡിയൻ ഫ്ലക്സ് ആകട്ടെ യൂണിറ്റ് വരുന്നത് വാട്ടാണ്. ഇല്ലൂമിനൻസ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തന്നെ ബൈഹേർട്ട് ആക്കി വെക്കാൻ അല്ലെങ്കിൽ ഓർമ്മിച്ച് വെക്കാനൊക്കെ കോഡ് യൂസ് ചെയ്ത് പഠിച്ചു വെക്കുക. ഇല്ലൂമിനൻസ് എന്ന് പറയുന്നത് ലക്സ് ആണ്, LX ആണ് അതിന് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ. ഇല്ലൂമിനൻസ്, ലക്സ്, എല്ലൊക്കെ ഉണ്ടല്ലോ അതിൽ രണ്ടിലും കോമൺ ആയിട്ട്. അപ്പൊ ആ ഒരു സെൻസിൽ നിങ്ങൾ ഓർത്ത് വെക്കുക, അല്ലാതെ പഠിച്ചേ പറ്റൂ, വേറെ വഴിയില്ല. സോ ഇല്ലൂമിനൻസ് ഈക്വൽ ടു ലക്സ് ആണ്. ലക്സ് ആണ് ഇല്ലൂമിനൻസിന്റെ യൂണിറ്റ് ആയിട്ട് വരുന്നത്. ഇപ്പൊ തന്നെ പഠിച്ചോ, ഇല്ലൂമിനൻസ് ലക്സ് ഇപ്പൊ തന്നെ പഠിച്ചു പോവുക. നെക്സ്റ്റ് വരുന്നത് ഇലക്ട്രിക് ചാർജ് ആണ്. ഇലക്ട്രിക് ചാർജ് വരുന്നത് കൂളോംബ് ആണ്. അതുപോലെ റെസിസ്റ്റൻസ് വരുന്നത് ഓം ആണ്. നമുക്ക് സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. നെക്സ്റ്റ് റെസിസ്റ്റിവിറ്റി വരുന്നത് ഓം മീറ്റർ ആണ്. ഓക്കെ, റെസിസ്റ്റിവിറ്റി വരുന്നത് ഓം മീറ്റർ ആണ്.
നെക്സ്റ്റ് പ്രഷർ, സ്ട്രെസ്. പ്രഷറിനും സ്ട്രെസ്സിനും ഒരേ യൂണിറ്റ് തന്നെയാണ്, ദാറ്റ് ഈസ് പാസ്കൽ. പാസ്കൽ ആണ് പ്രഷറിന്റെയും സ്ട്രെസ്സിന്റെയും യൂണിറ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇതൊന്നുകൂടെ നോക്കാം. പ്ലെയിൻ ആംഗിൾ റേഡിയൻ, സോളിഡ് ആംഗിൾ സ്റ്റെറേഡിയൻ, ടെമ്പറേച്ചർ കെൽവിൻ, പവർ എനർജി വർക്ക് ഹീറ്റ് ജൂൾ, ഫോഴ്സ് ന്യൂട്ടൺ അല്ലെങ്കിൽ ഡൈൻ, ഇല്ലൂമിനൻസ് ലക്സ്, ഇലക്ട്രിക് ചാർജ് കൂളോം, നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഓം, റെസിസ്റ്റിവിറ്റി ഓം മീറ്റർ. റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റിയും തമ്മിൽ മാറിപ്പോരുത്. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓം ആണ്, റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ഓം മീറ്റർ ആണ്. റെസിസ്റ്റൻസ് ഓം, റെസിസ്റ്റിവിറ്റി ഓം മീറ്റർ. അത് രണ്ടും ക്ലിയർ ആയിട്ട് സ്ട്രെസ് ചെയ്ത് തന്നെ പഠിക്കുക. പ്രഷർ, സ്ട്രെസ്, പാസ്കൽ. പ്രഷറിനാകട്ടെ സ്ട്രെസ്സിനാകട്ടെ പാസ്കൽ ആണ് അതിന്റെ യൂണിറ്റ്. ഓക്കെ, നെക്സ്റ്റ് അതുപോലെ കുറച്ച് യൂണിറ്റ്സും കൂടെ ഉണ്ട്. കണ്ടക്റ്റൻസിന്റെ അകത്ത് നമുക്ക് സീമെൻസ് ആണ് കണ്ടക്റ്റൻസിന്റെ യൂണിറ്റ് ആയിട്ട് വരുന്നത്. കണ്ടക്റ്റൻസിന്റെ യൂണിറ്റ് സീമെൻസ് ആണ്. എസ് ആണ് അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ. അതുപോലെ കണ്ടക്ടിവിറ്റി സീമെൻസ് പെർ മീറ്റർ. നമ്മൾ നേരത്തെ റെസിസ്റ്റൻസ് പഠിച്ചതുപോലെ ഇവിടെ കപ്പാസിറ്റൻസും കണ്ടക്ടിവിറ്റിയും വരുന്നുണ്ട്. കണ്ടക്ടിവിറ്റിയും വരുന്നുണ്ട്. നേരത്തെ റെസിസ്റ്റൻസിന് ഓം പഠിച്ചു, റെസിസ്റ്റിവിറ്റിക്ക് ഓം മീറ്റർ പഠിച്ചു. അതുപോലെ ഇവിടെ കണ്ടക്റ്റൻസിന് സീമെൻസും കണ്ടക്ടിവിറ്റിക്ക് സീമെൻസ് മീറ്ററും പഠിച്ചു. അങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിച്ച് ഓർത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നെക്സ്റ്റ് കപ്പാസിറ്റൻസ് ആണ്. കപ്പാസിറ്റൻസ് ഫാരഡ് ആണ്. ഞാൻ പറയുന്ന ഈ കപ്പാസിറ്റൻസ് ഒക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഇൻഡക്റ്റൻസ് ഹെൻറി ആണ്. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. മാഗ്നറ്റിക് ഫ്ലക്സ് ഒക്കെ അങ്ങനെ അധികം ചോദിച്ചു കണ്ടിട്ടില്ല, എന്നാലും സ്റ്റിൽ ഇമ്പോർട്ടന്റ് ആണ്. മാഗ്നറ്റിക് ഫ്ലക്സ് ഇസ് വെബർ ആൻഡ് ഡിനോട്ടഡ് WB. പിന്നെ റേഡിയോ ആക്ടിവിറ്റി ഇമ്പോർട്ടന്റ് ആണ്. ബെക്കറൽ ആണ് അതിന്റെ യൂണിറ്റ്. BQ ആണ് അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ. നെക്സ്റ്റ് ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്, ഒത്തിരി തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഹെർട്സ് ആണ്. ഓക്കെ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അതോടൊപ്പം വേറൊരു ക്വാണ്ടിറ്റിയും കൂടെ ഉണ്ട്. EMF അഥവാ ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വോൾട്ട് ആണ്. ഈ ഫ്രീക്വൻസി ഇമ്പോർട്ടന്റ് ആണ്, പിന്നെയും പറയുന്നു. ഫ്രീക്വൻസി ഹെർട്സ് ആണ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസും അതുപോലെ EMF ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സും വരുന്നത് വോൾട്ട് ആണ് അതിന്റെ യൂണിറ്റ്. അതുപോലെ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ടെസ്ലയാണ് അതിന്റെ യൂണിറ്റ് ആൻഡ് ഡിനോട്ടഡ് വിത്ത് ലെറ്റർ T. അതുപോലെ ലൂമിനസ് ഫ്ലക്സ് ലൂമൻ അത് കാണുമ്പോൾ മനസ്സിലാവും. ലൂമൻ LM ആണ്. ലൂമിനസ് ഫ്ലക്സും നമ്മുടെ ലൂമിനസ് ഇന്റൻസിറ്റിയും തമ്മിൽ മാറിപ്പോരുത്. ലൂമിനസ് ഇന്റൻസിറ്റി നമ്മൾ ബേസിക് SI യൂണിറ്റിൽ പഠിച്ച 7 ഒരെണ്ണമാണ്. ലൂമിനസ് ഇന്റൻസിറ്റി പഠിച്ചത് ഓർമ്മയുണ്ട്. അതിന്റെ യൂണിറ്റ് എന്താണ്? കാൻഡിലയാണ് അതിന്റെ യൂണിറ്റ് വരുന്നത്. അതുപോലെ ലൂമിനസ് ഫ്ലക്സ് വരുന്നത് ലൂമൻ ആണ്. അപ്പൊ അതും തമ്മിൽ തിരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. ലൂമിനസ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് കാൻഡില, ഞാൻ ഇവിടെ എടുത്ത് പറയുവാണ്, കാരണം രണ്ടും കോമൺ ആയിട്ടുള്ള ഒരു വാക്ക് വരുന്നത് കൊണ്ട്. ലൂമിനസ് ഫ്ലക്സ് ലൂമൻ ഡിനോട്ടഡ് വിത്ത് ലെറ്റർ LM. അപ്പൊ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഫ്രീക്വൻസി, റേഡിയോ ആക്ടിവിറ്റി ഇമ്പോർട്ടന്റ് പറയാൻ കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ്. അതുപോലെ കപ്പാസിറ്റൻസും മുമ്പത്തെ ചോദ്യങ്ങളിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ബൈ ഹാർട്ട് ആക്കി വെക്കേണ്ട പോർഷൻസ് തന്നെയാണ്.